ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു വീടുണ്ടാകും ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു വീട് സ്വന്തമായി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. ആ വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി താമസിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഭൂമി നല്ലതാണോ, വാസ്തു അതൊക്കെ നോക്കിയിട്ട് വീട് വെക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം അതിനകത്ത് താമസിക്കുന്ന ആളുകളുടെ ഐക്യമാണ്. അത് വേറെ കാര്യം. എങ്കിൽ തന്നെയും നമ്മൾ ചില വീടുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു വലിയ പോസിറ്റിവിറ്റി നമുക്ക് ആ വീടുകളിൽ അനുഭവപ്പെടും. കുറേ സമയം നമുക്ക് അവിടെ ചിലവഴിക്കാനായിട്ട് തോന്നും. പക്ഷേ എന്നാൽ ചില വീടുകളിലേക്ക് ചെന്നു കഴിഞ്ഞാലോ ആകെ ഇരുണ്ട് മൂടി കിടക്കുന്നത് പോലെ എന്തൊക്കെയോ ഒരു ദോഷം പോലെയൊക്കെ നമുക്ക് തോന്നും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് പോകണം എന്നുള്ള ചിന്തയായിരിക്കും. മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ചില ആളുകളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഇരിക്കണമെന്നും അവരുടെ വാക്കുകൾ കേൾക്കണമെന്നും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ മറ്റു ചില ആളുകളുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള തോന്നലായിരിക്കും. അതുപോലെ തന്നെയാണ് വീടും സ്ഥലവും ഒക്കെ തന്നെ. ചില സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്, നമ്മളെ വല്ലാതെ ആകർഷിക്കും. മറ്റു ചില സ്ഥലങ്ങൾ ഒരു ഭയപ്പെടുത്തും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു വീടിൻ്റെ ചുറ്റുപാടും ചില മരങ്ങൾ നടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില മരങ്ങൾ ഓരോ വീടിൻ്റെയും ഏതൊക്കെ ദിക്കുകളിൽ നട്ടു കഴിഞ്ഞാൽ ആ വീടിന് ഐശ്വര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതൊക്കെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആചാര്യന്മാര് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവര് നമ്മളെ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഒരു വീടിൻ്റെ കിഴക്കു ഭാഗത്ത്, അതായത് നമ്മുടെ വീട്, ആ വീടിന് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് പ്ലാവ് നടുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. 5 സെന്റും 3 സെന്റും ഒക്കെ സ്ഥലമുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്. വീട്ടിൽ നിന്നും കുറച്ച് അകന്നു മാറി, അതായത് വലിയ വൃക്ഷങ്ങളാണ്, അതിൻ്റെ വേരൊന്നും വന്ന് നമ്മുടെ വീടിനെ നശിപ്പിക്കരുത്. ആ നിലയിൽ വേണം ചെയ്യാനായിട്ട്. കിഴക്കു ഭാഗത്തെ പറമ്പിൽ പ്ലാവ് നടുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി പടിഞ്ഞാറു ഭാഗത്ത്, വീടിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് അടയ്ക്കാമരം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. കവുങ്ങ്, അതായത് പാക്കുണ്ടാകുന്ന മരം. ഈ കവുങ്ങ് വീടിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് നടുന്നത് ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വീടിനോട് ചേർന്നല്ല നടേണ്ടത്, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പറമ്പുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. വീടിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കവുങ്ങ് നടുന്നത് ശ്രേഷ്ഠമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കിഴക്കു ഭാഗത്ത് പ്ലാവ് നടുന്നതും ശ്രേഷ്ഠമാണ്. ഇനി തെക്കു ഭാഗത്ത്, വീടിൻ്റെ തെക്കു ഭാഗത്ത് നെല്ലിമരം നടുന്നത് ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ പുളിമരം നടുന്നതും ശ്രേഷ്ഠമാണ്. ഈ പുളിക്കൊക്കെ വലിയ വേരുകളുണ്ട്. പറമ്പുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് 5 സെന്റും 3 സെന്റും 2 സെന്റും എന്നുള്ള ആളുകൾ അങ്ങനെ ചെയ്യരുത്. അത് അവരുടെ വീടിനെ ദോഷകരമായിട്ട് ബാധിക്കും. കാരണം വലിയ വേരുള്ള വൃക്ഷങ്ങളാണ്. തെക്കു ഭാഗത്ത് പുളി, അതുപോലെ നെല്ലി, ഇവയൊക്കെ നടുന്നതും ശ്രേഷ്ഠമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ വടക്കു ഭാഗത്ത്
വടക്കു ഭാഗത്ത് മാവ് നടുന്നതും ശ്രേഷ്ഠമാണ്. വടക്കു ഭാഗത്ത് മാവ് നടുന്നതും ശ്രേഷ്ഠമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഒരു വീടിന്റെ 4 വശത്തും നടുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. കിഴക്കു ഭാഗത്ത് പ്ലാവ്, തെക്കു ഭാഗത്ത് പുളി അല്ലെങ്കിൽ നെല്ലി, അതുപോലെ തന്നെ വടക്കു ഭാഗത്ത് മാവ് നടുന്നതും പടിഞ്ഞാറ് ഭാഗത്ത് കവുങ്ങ് അല്ലെങ്കിൽ അടയ്ക്കാമരം നടുന്നതുമൊക്കെ തന്നെ ആ വീടിന് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം ചില മരങ്ങൾ ചില വീടുകളിൽ നിൽക്കുമ്പോൾ ആ വീടിന് ആ മരങ്ങളുടെ ഒരു എനർജി, ആ എനർജി ആ വീടിനെ ബാധിക്കും. അതുപോലെ തന്നെ ആ വീട്ടിലുള്ള മനുഷ്യരുടെ ഗുണങ്ങളെയും അത് ബാധിക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ആരെയാണോ ചാരി നിൽക്കുന്നത് അവന്റെ സ്വഭാവം നമ്മളിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നല്ല സുഹൃത്തുക്കൾ വേണമെന്നുള്ളതാണ്. അതായത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ നല്ല സുഹൃത്തുക്കളുടെ സ്വഭാവം നമ്മളിലേക്ക് പകരും. അഥവാ ചീത്ത കൂട്ടുകെട്ടാണ് നമുക്കുള്ളതെങ്കിൽ ആ ചീത്ത സ്വഭാവം നമ്മളിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് പോലെ ശ്രേഷ്ഠമായ മരങ്ങൾ നമ്മുടെ വീടിന്റെ 4 ഭാഗത്ത് ഉണ്ടെങ്കിൽ ആ മരങ്ങളിൽ നിന്ന് വരുന്ന ഊർജം, ആ ഊർജം നമ്മുടെ വീടിനെയും ബാധിക്കും. അതുവഴി ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരു നല്ല ഊർജം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതനുസരിച്ചിട്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളില് കൂവളം അല്ലെങ്കിൽ ആല് ഇവയൊക്കെ നടാറുണ്ട്. ആലിന് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയും രാവിലെ. വൈകുന്നേരം എന്നാല് വലം വെച്ച് പ്രാർത്ഥിക്കരുത് എന്നും പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? രാവിലെ വലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആല് പുറത്തേക്ക് വിടുന്ന ആ ഒരു ഓക്സിജൻ, ആ ഒരു ഓക്സിജന്റെ ആ ഒരു എനർജി നമുക്കും ഉണ്ടാവുന്നു എന്നും അതുവഴി പല രോഗങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു എന്നുമാണ് വിശ്വാസം. രാവിലെ എല്ലാ ദിവസവും ഒരു 7 തവണ അല്ലെങ്കിൽ 11 തവണയൊക്കെ അരയാലിനെ വലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ എല്ലാവരും രാവിലെ പലരും ആലിനെ വലം വെച്ച് പ്രാർത്ഥിക്കാറില്ല. അവരൊന്ന് തൊഴുത് അങ്ങ് പോകും, അല്ലെങ്കിൽ ഒരു വലത്തൊക്കെ വെച്ചിട്ട് പോരും. ഒരു 7 വലത്ത്, ഏറ്റവും കുറഞ്ഞത് ഒരു 7 വലത്ത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു 11 വലത്ത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും മൂലതോ ബ്രഹ്മരൂപായ എന്ന നാമം എഴുതി വെച്ചിട്ടുണ്ടാകും. ആ നാമം ജപിച്ച് ഒന്ന് വലം വെച്ച് നോക്കുക. 11 തവണ എല്ലാ ദിവസവും ഒന്ന് വലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. പക്ഷേ വൈകുന്നേരം യാതൊരു കാരണവശാലും ആലിന് പ്രദക്ഷിണം ചെയ്യരുത്. അതുപോലെ കൂവളത്തിന് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കൂവളത്തിന്റെ ചുവട്ടിൽ ആരാണ് വസിക്കുന്നത്? കുബേരനാണ്, വൈശ്രവണനാണ്. അതുകൊണ്ട് തന്നെ കൂവളത്തിന് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, 3 പ്രദക്ഷിണം 7 പ്രദക്ഷിണമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത്. ഇതുപോലെ വൃക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വൃക്ഷങ്ങൾ വീട്ടിൽ വെക്കുന്നതിനും ഇതുപോലുള്ള ചില കാര്യങ്ങൾ ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വൃക്ഷങ്ങൾ വെച്ചാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ വൃക്ഷങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ ദിശകളിൽ ഉണ്ട് എന്ന് കരുതി അത് വെട്ടിക്കളയാനൊന്നും പോകണ്ട. അവിടെ ഇരുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ഇനി പുതുതായി നിങ്ങൾ ഇങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ദിക്കുകൾക്കനുസരിച്ചിട്ട് വെക്കുക. അതല്ലാതെ പഴയ വൃക്ഷങ്ങൾ വെട്ടിക്കളയാനൊന്നും പോകണ്ട. കാരണം ഒരു പ്ലാവ് തെക്കുവശത്ത് ഉണ്ടായി എന്നതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കാനില്ല. കിഴക്കു ഭാഗത്ത് പ്ലാവുള്ളത് ഐശ്വര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യം പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നെല്ലിമരം മേടിക്കുകയാണെങ്കിൽ, ഒരു നെല്ലിത്തൈ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ നടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെക്കുവശത്ത് നടുക. ഒരു പുതിയ പ്ലാവിന്റെ തയ്യ് നിങ്ങൾക്ക് നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിഴക്കു ഭാഗത്ത് നടുക. വടക്കു ഭാഗത്ത് മാവും അതുപോലെ തന്നെ പടിഞ്ഞാറു ഭാഗത്ത്
കവുങ്ങും നടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീടിന് ഒരു പുതു എനർജി, പുതു ഊർജം ഉണ്ടാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒന്ന് ചെയ്തു നോക്കൂ, നാമം ജപിക്കൂ, പ്രാർത്ഥിക്കൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.